എന്താണ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി? കൗൺസിൽ ഈസ് റെസ്പോൺസിബിൾ ടു ലോകസഭ. മന്ത്രിസഭ എന്താണ് ലോകസഭയോട് ഉത്തരവാദിത്യമുണ്ട്. അപ്പൊ ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന് എന്താണ് മന്ത്രിസഭയൊക്കെ എന്താണ് ലോകസഭയോടും ഉത്തരവാദിത്യമുണ്ട്. ഇഫ് ലോകസഭ ലോസസ് കോൺഫിഡൻസ് ഗവൺമെന്റ് ഫാൾ. എന്താണ് ലോകസഭയ്ക്ക് എന്താണ് വിശ്വാസം നഷ്ടപ്പെട്ടാൽ എന്താ സർക്കാർ ലോകസഭയ്ക്ക് എന്താണ് ആ ഒരു സർക്കാരിനോട് എന്താണ് വിശ്വാസമില്ല. അപ്പൊ ആ സർക്കാർ എന്താണ് അവിടെ തകരും. ഈ വൺ മിനിസ്റ്റർ ഫെയിൽസ് ആൾ മസ്റ്റ് റിസൈൻ. ഒരു മന്ത്രി എന്താണ് പരാജയപ്പെട്ടാൽ എന്താണ് എല്ലാവരും രാജിവെക്കണം. ഓക്കെ, ആൾ മിനിസ്റ്റേഴ്സ് സപ്പോർട്ട് ഗവൺമെന്റ്. എല്ലാ മന്ത്രിമാരും എന്താണ് സർക്കാരിന്റെ നിയമങ്ങളെ പിന്തുണക്കുന്നവരാണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു തീരുമാനങ്ങളുണ്ട്, അപ്പൊ ആ തീരുമാനങ്ങളെ ഒരു മന്ത്രി മാത്രം അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അവരെന്താണ് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നവരാണ് ആര് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. എല്ലാ മന്ത്രിമാരും എന്താണ് സർക്കാരിന്റെ തീരുമാനങ്ങളെ നയങ്ങളെ ഒക്കെ എന്താണ് പിന്തുണക്കുന്നവരായിരിക്കണം. ഇനി ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി എന്താണ്? മിനിസ്റ്റേഴ്സ് ഓൾഡ് ഓഫീസ് അറ്റ് പ്രസിഡൻസിന് മന്ത്രിമാരെന്താവണം രാഷ്ട്രപതിയുടെ ഇഷ്ടാനുസരണം സ്ഥാനത്ത് തുടരണം. അപ്പൊ രാഷ്ട്രപതിക്ക് എന്താണ് രാഷ്ട്രപതിയുടെ ഇഷ്ടാനുസരണത്തിൽ നിന്ന് കൊടുക്കണം ആരെ ഈ മന്ത്രിമാരെ എന്ന് പറയുന്നത്. ബട്ട് ഇൻ പ്രാക്ടീസ് പ്രൈം മിനിസ്റ്റർ കൺട്രോൾസ് റിമൂവ്. എന്നാൽ പ്രായോഗികമായിട്ട് പ്രൈം മിനിസ്റ്റർ ആണെന്ത് ഈ മന്ത്രിമാരെ നീക്കം ചെയ്യുന്നത്. ഓക്കെ, മിനിസ്റ്റേഴ്സ് ഈസ് മെയിൻലി റെസ്പോൺസിബിൾ ടു പ്രൈം മിനിസ്റ്റർ. മന്ത്രിമാരോട് ഈ മന്ത്രി എന്താണ് പ്രധാനമന്ത്രിയോട് പ്രധാന ഉത്തരവാദിത്യം ഉള്ളവരായിരിക്കണം. ഓക്കെ.